ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില മെഴുക്ക് പുരട്ടിയൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് അതൊരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഞാൻ ഇന്നൊരു ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് ചതച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ചതച്ചത് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇത് വേകുവാൻ വേണ്ടുന്ന വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മൾ പല രീതിയിൽ തയ്യാറാക്കും. പെട്ടെന്നൊന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് എണ്ണയിലിട്ട് വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളിങ്ങനെ മാത്രമേ ഇനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കത്തുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വെള്ളമൊഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മെഴുക്ക് പുരട്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരല്പം നേരം കൂടി ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ രുചികരമായ മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.